നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായതിനു ശേഷം ബസ്സിലെ ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായ കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി ഡ്രൈവർ യദു രംഗത്തെത്തി. സംഭവം നടന്ന അന്ന് രാത്രി തമ്പാനൂർ ഡിപ്പോയിൽ സുബിനെ സഹായിക്കാൻ ആരൊക്കെയോ വന്നു. അന്നത്തെ ദിവസം ടെക്നീഷ്യന്മാർ ആരൊക്കെയായിരുന്നു, ഏത് പാർട്ടിക്കാരായിരുന്നു, ഇവരെക്കുറിച്ച് അന്വേഷിക്കാതെ സ്റ്റേഷൻ മാസ്റ്ററുടെ പുറകെ പോകേണ്ട ആവശ്യമില്ലെന്ന് യദു പറയുന്നു. തന്റെ പേരിലോ കണ്ടക്ടർ സുബിന്റെ പേരിലോ സ്റ്റേഷൻ മാസ്റ്ററുടെ പേരിലോ കേസ് ചുമത്തി ഈ കേസ് വഴിതിരിച്ചുവിടാനാണ് പോലീസിന്റെ ശ്രമം. ടെക്നീഷ്യൻ ആരാണെന്ന് അന്വേഷിച്ചാൽ മെമ്മറി കാർഡ് സംബന്ധിച്ച വിവരം ലഭിക്കും. ഈ ടെക്നീഷ്യൻ അല്ലാതെ എനിക്കോ സുബിനോ മെമ്മറി കാർഡ് എടുക്കാൻ സാധിക്കില്ല. കാർഡ് എടുക്കാൻ ടെക്നീഷ്യന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മെമ്മറി കാർഡ് എടുക്കാൻ അറിയില്ല. കാർഡ് ഇരിക്കുന്ന സ്ഥലം അറിഞ്ഞാൽ താൻ തന്നെ പോക്കറ്റിലിട്ട് പോലീസിന് കൈമാറുമായിരുന്നു എന്നും യദു പറയുന്നു. തന്റെ ഭാഗത്ത് ന്യായമുള്ള തെളിവാണ് നഷ്ടപ്പെട്ടത്. ഇവർ ഇരുട്ടിത്തപ്പി മെമ്മറി കാർഡ് നശിപ്പിക്കുമെന്നും യദു പറയുന്നു. പോലീസിൽ എനിക്ക് വിശ്വാസമില്ല. അന്ന് രാത്രി ബസ്സിൽ നിന്ന് തന്റെ ബാഗ് എടുക്കുന്ന സമയത്ത് പോലീസ് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് താൻ മെമ്മറി കാർഡ് എടുക്കുന്നതെന്നും യദു ചോദിക്കുന്നു. തർക്കമുണ്ടായതിന്റെ പിറ്റേ ദിവസം രാവിലെ കണ്ടക്ടർ ഡ്യൂട്ടിക്കുണ്ടായിരുന്നോ എന്ന് പോലും പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്നും യദു പറയുന്നു. മാഡത്തിനെയും MLA സാറിനെയും കേസിൽ നിന്ന് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. ഞാനാണ് പ്രശ്നക്കാരെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അവർ ഉന്നത പദവികളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് പോലീസ് ഉദാസീനത കാണിക്കുന്നത്. തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് യദു പറയുന്നു. പോലീസ് വീട്ടിൽ മെമ്മറി കാർഡ് കൊണ്ടിട്ടിട്ട് കണ്ടെടുക്കാൻ സാധ്യത ഉണ്ടെന്നാണ് യദു പറയുന്നത്. നിർത്തിയിട്ടിരുന്ന ബസിന്റെ സമീപത്ത് കണ്ടക്ടർ സുബിന്റെ സാന്നിധ്യം തമ്പാനൂർ ഡിപ്പോയിലെ CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ CCTV മോണിറ്റർ മാത്രമാണ് നോക്കിയതെന്നും മെമ്മറി കാർഡിന്റെ കാര്യം അറിയില്ലെന്നുമാണ് കണ്ടക്ടർ പോലീസിനോട് പറഞ്ഞത്. ക്യാമറ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ ബസ്സിൽ കയറിയ കണ്ടക്ടറെ വെറുതെ വിട്ടു. ബസ്സിൽ കയറാതെ അതുവഴി പോയ താൻ മെമ്മറി കാർഡ് എടുത്തു എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ബസ്സിൽ കയറിയ കണ്ടക്ടറാണ് കുറ്റക്കാരൻ. കണ്ടക്ടർ ഏത് പാർട്ടി അനുഭാവിയാണെന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാളെ സംരക്ഷിക്കാനും ആളുകൾ കാണുമെന്നും ഇയാളുടെ കോൾ ഹിസ്റ്ററിയും സംഭവശേഷം സുബിൻ എവിടേക്ക് പോയി എന്നതും അന്വേഷിക്കേണ്ടതാണ്. ഇതൊന്നും നോക്കാതെ യദുവിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പറഞ്ഞ് പോലീസ് തന്നിലേക്കാണ് ശ്രദ്ധ തിരിപ്പിക്കുന്നതെന്നും യദു പ്രതികരിക്കുന്നു. യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യം പോലീസ് തന്നെ ഒരുക്കുകയാണ്. തനിക്ക് ഇപ്പോഴും കോടതിയെ മാത്രമേ വിശ്വാസമുള്ളൂ എന്നും യദു പറയുന്നു. തന്നെ എന്തായിരുന്നാലും വകവരുത്തും. ആദ്യം കേസുമായി മുന്നോട്ട് പോകാതിരിക്കാൻ മാനസികമായി തകർക്കും. പിന്നീട് സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. എന്റെ ജോലി നഷ്ടപ്പെടുത്തും. പൊതുസമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്തി മാനസികമായി പീഡിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ തന്നെ കൊല്ലണം, അല്ലെങ്കിൽ കള്ളക്കേസിൽ കുടുക്കി അകത്തിട്ട് ഇടിച്ചു കൊല്ലണം. ഇതൊക്കെ മാത്രമേ നടക്കൂ എന്ന് യദു പറയുന്നു. തനിക്ക് ജീവനുള്ളിടത്തോളം കാലം സത്യം തെളിയിക്കാൻ മുന്നോട്ട് പോകുമെന്നും യദു പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.